ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചിലവഴിക്കേണ്ട. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന എറ ട്രിnkets എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സേവ്യർ ചിറ്റപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു മുഖ്യ അതിഥിയായിരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടക്കാഞ്ചേരി മെയിൻ റോഡിൽ ലാമിയ സിൽക്സിന് സമീപത്താണ് പുതിയ സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 89162766 9995673426. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് കേന്ദ്രം ബോധപൂർവം വൈകിപ്പിച്ചെന്ന് കേരളം. 153 ദിവസത്തിന് ശേഷമാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് അംഗീകരിക്കുന്നത്. ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളുന്നത് അടക്കം കേരളത്തിന്റെ മറ്റ് ആവശ്യങ്ങളിൽ ഇതുവരെ കേന്ദ്രം തീരുമാനമെടുത്തിട്ടില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരള സർക്കാർ ദുരന്തമുണ്ടായി ആദ്യത്തെ 10 ദിവസങ്ങളിൽ ആവശ്യപ്പെട്ട 3 ആവശ്യങ്ങളിൽ ഒന്ന് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. 3 ആവശ്യങ്ങളാണ് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നത്. അതിൽ ഒന്നാണ് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം 2005 പാർലമെന്റ് പാസാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരം നിലവിലുള്ള ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാനും അവരുടെ ആവശ്യങ്ങൾക്കായി പുതുതായി കടങ്ങൾ ലഭ്യമാക്കാനും അവസരം കൊടുക്കുന്ന നടപടി സ്വീകരിക്കുക എന്നതായിരുന്നു. അതിനെക്കുറിച്ച് ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല. ദുരന്ത നിവാരണ ഘട്ടത്തിൽ 1202 കോടി രൂപയുടെ അടിയന്തിരമായ നഷ്ടം കാണിച്ചുകൊണ്ട് അടിയന്തര സഹായമായി 219 കോടി രൂപ മാനദണ്ഡങ്ങൾക്കതീതമായി അഡീഷണൽ അസിസ്റ്റന്റായി ലഭ്യമാക്കണമെന്ന ആവശ്യത്തിലും ഇതുവരെ ഒരക്ഷരവും മിണ്ടിയിട്ടില്ല എന്ന് കെ രാജൻ വ്യക്തമാക്കി. ഇന്റർ മിനിസ്റ്റീരിയൽ സെന്റർ ആദ്യഘട്ടത്തിൽ തന്നെ വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നിട്ടും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. തീരുമാനമെടുക്കാൻ എന്താണിത്ര വൈകുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം വിശദമാക്കി. IMCT 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് 2 മാസക്കാലം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കസ്റ്റഡിയിലിരുന്നു. അതിനുശേഷം HLC കൂടാനുള്ള മഹാനുഭാവത്വം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ അതുകൂടിയാൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ അറിയിക്കണ്ടേ? 28-ാം തീയതി വീണ്ടും കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ 5 മാസത്തിന് ശേഷം ഇന്നലെയാണ് അതിതീവ്ര ദുരന്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമുണ്ടാകുന്നത്. ഇതൊരു 2 മാസത്തിനുള്ളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗുണമുണ്ടായേനെ എന്ന് മന്ത്രി വ്യക്തമാക്കി. അതേസമയം സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് ആഭ്യന്തര മന്ത്രാലയം അയച്ച കത്തിലാണ് അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ചെന്ന് വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവ് ഉടൻ ഉണ്ടായേക്കും. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.